സിനിമയിൽ മതിയായിരുന്നു, രാഷ്ട്രീയത്തിൽ വരണ്ടായിരുന്നു. കാരണം ഉള്ള ഒരു ഇമേജും കൂടെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. മേ ബി സുരേഷ് ഗോപി സിനിമാ ഫീൽഡിൽ തന്നെ നിൽക്കുകയും ഈ രാഷ്ട്രീയത്തിലോട്ട് വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ചെയ്യുന്നത് പോലെ ഒരാളെ വളർത്താനും ഒരാളെ ഇല്ലാതാക്കാനും ഇന്നത്തെ കാലത്ത് ഒരുപാട് എളുപ്പമാണ്. അപ്പൊ അതെല്ലാം പൊളിറ്റീഷ്യൻസും ഒന്ന് മൈൻഡിൽ വയ്ക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യൻ നമ്മൾ പത്രക്കാരോട് എന്താണ് കാണിക്കുന്നത്? കടക്ക് പുറത്തുനിന്നുള്ളൊരു മനോഭാവം. നമുക്ക് അങ്ങനെ ഒരു ലേബൽ തന്നു കഴിഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് BJP ഭയന്നിട്ടാണോ? തീർച്ചയായിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവർ അല്ല, ഞങ്ങൾ തന്നെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ വന്ന് ചോദിക്കും. ചേച്ചി നമസ്കാരം. ഓ നമസ്കാരം. ചേച്ചി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റ് മാത്രമായിരുന്നു നമ്മുടെ BJPക്ക് കിട്ടിയത്. അറിയാലോ, നമ്മുടെ തൃശ്ശൂർ MP ആയിരിക്കുന്ന സുരേഷ് ഗോപിക്കായിരുന്നു ആ ഒരു നറുക്ക് വീണതും അദ്ദേഹം ഇപ്പോൾ MP ആയിട്ട് തുടരുന്നതും. കഴിഞ്ഞ ദിവസം ചേച്ചി, സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. പുള്ളിക്കാരൻ അതിൽ പറയുന്നത് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ സിനിമ ഭാവിയെ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതെ, പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനെയും ചില നല്ല അഭിനയം ചില സിനിമകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ തനിക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെയാണ് ഒരു സിനിമാ ജീവിതത്തെ എന്തായാലും രാഷ്ട്രീയം ബാധിച്ചു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച പോകുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളൊരു രീതിയിൽ. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും പുള്ളി, എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി സിനിമയിലേക്ക് നിന്നിരുന്നെങ്കിൽ സിനിമയിൽ മതിയായിരുന്നു, രാഷ്ട്രീയത്തിൽ വരണ്ടായിരുന്നു. കാരണം ഉള്ള ഒരു ഇമേജും കൂടെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഏതിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു ഷോയിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു മീൻസ് ഒരു ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് താരങ്ങളെ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അവരുമായിട്ടുള്ള ബൈറ്റ് അവരും പറയുന്നത് എന്താണ്, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫ്രെയിം അല്ല ഇപ്പോൾ. എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് എന്നതിലുപരി BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയിൽ ചേരുന്നതിന് മുൻപ് വരെ നല്ലൊരു പേരായിരുന്നു. ഇപ്പൊ ആരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും ആക്ഷൻ കിങ് ആണ്, നല്ലൊരു അഭിപ്രായമായിരുന്നു. നടൻ എന്നതിലുപരി ഒരുപാട് പേര് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഇമേജിൽ ഉണ്ടായിരുന്ന സുരേഷ് ഗോപിക്ക് ഒറ്റയടിക്കായിരുന്നു എനിക്ക് തോന്നുന്നു BJPയിൽ ചേർന്നു എന്ന കാരണം കൊണ്ട് മാത്രം അത്രയും നാൾ ഉണ്ടാക്കി വെച്ച ഒരു പോസിറ്റീവ് ഒരു കാരണം കൊണ്ട് നെഗറ്റീവ് ആവുമെന്നൊക്കെ പറയത്തില്ല. ഒന്നും ചെയ്തില്ല, പുള്ളിക്കാരൻ BJPയിൽ ചേർന്നു എന്നൊരു തെറ്റ് മാത്രമേ പുള്ളിക്കാരൻ ചെയ്തുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ ഈ വരുന്ന നെഗറ്റീവ് കാണുമ്പോൾ. അപ്പോൾ എനിക്കും ചേച്ചി പറഞ്ഞൊരു അഭിപ്രായം തന്നെയാണ്. മേ ബി സുരേഷ് ഗോപി സിനിമാ ഫീൽഡിൽ തന്നെ നിൽക്കുകയും ഈ രാഷ്ട്രീയത്തിലോട്ട് വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ചെയ്യുന്നത് പോലെ നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ നമ്മുടെ മലയാളത്തിൽ. കാരണം ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി നമ്മുടെ ഫസ്റ്റ് മൈൻഡിലായിരുന്നാലും എല്ലാം വരുന്നത് സുരേഷ് ഗോപി ചേട്ടൻ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ സിനിമാ ഫീൽഡിൽ ചേച്ചി പറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഒരുപാട് വേഷങ്ങൾ പുള്ളിക്കാരനെ തേടിയെത്തുമായിരുന്നു. വേറൊരു കാര്യം, മുമ്പ് സുരേഷ് ചേട്ടൻ ഈ നമ്മുടെ സിനിമയിൽ മാത്രമായിരുന്നപ്പോഴത്തേക്ക് പുള്ളി അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തില്ല. ഇനി അഥവാ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അത് ശരിയാ ചേച്ചി. ഇപ്പോ എനിക്ക് ഞാനിപ്പോ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ചിലര് ഞാൻ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനൊക്കെ പോരുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് സുരേഷ് ഗോപി എന്ത് ചെയ്തിരുന്നാലും അത് 4 പേരെ അറിയിക്കാനായിട്ട് ശ്രമിക്കും. അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമില്ല, അന്ന് പുള്ളിക്കാരൻ ഒരു സിനിമാ നടൻ മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, തൃശ്ശൂരിന്റെ MP ആണ്. മാധ്യമ ശ്രദ്ധ അത്രത്തോളം നമുക്കറിയാം. സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും വിവാദമാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും അതിൽ തെറ്റ് മാത്രം കാണുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമാ ജീവിതത്തെ ആയാലും രാഷ്ട്രീയ ജീവിതത്തെ ആയാലും ബാധിച്ചിട്ടുള്ളത്. പിന്നെ പുള്ളിക്കാരനൊരു ചെറിയൊരു എടുത്തുചാട്ട സ്വഭാവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരിക്കുന്നത്. നമ്മളിപ്പോ അതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു, അതിന്റെ പിൻഭാഗം, അതായത് പിന്നിലൂടെ വരുന്ന പ്രശ്നം അദ്ദേഹം ആലോചിക്കുന്നു.
ആലോചിക്കുന്നില്ല, അതിന് പിന്നിൽ വരുന്ന നെഗറ്റീവ് അവിടെ നമ്മൾ ആലോചിക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരാളെ വളർത്താനും ഒരാളെ ഇല്ലാതാക്കാനും ഇന്നത്തെ കാലത്ത് ഒരുപാട് എളുപ്പമാണ്. അപ്പൊ അതെല്ലാം പൊളിറ്റീഷ്യൻസും ഒന്ന് മൈൻഡിൽ വയ്ക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി അതുമായിട്ട് ഒരു കോൺഷ്യസും അല്ല. ആയിട്ട് കളഞ്ഞു പോകണം. നമ്മുടെ മുഖ്യനൊക്കെ കണ്ടില്ലേ എന്തൊക്കെ പറയും, എന്ത് ചോദിച്ചാലും ഒരു മിണ്ടാട്ട ഇല്ലാതെ പോകത്തില്ല. ആ രീതിയിൽ ഇപ്പൊ തോന്നുന്നു പണ്ട് ഒരു ഇടയ്ക്ക് വെച്ച് നോക്കുന്നതിനെക്കാട്ടി ഒരുപാട് ബെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം. അതിപ്പോ ഇലക്ഷൻ ഒക്കെ അല്ലേ, അപ്പൊ മാറിയല്ലേ പറ്റുള്ളൂ. പക്ഷേ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതെ അതെ അതെ, ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണം ആണ് സുരേഷ് ഏട്ടന്റെ ഭാഗത്ത് നിന്ന് മിക്ക സമയത്തും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിക്കാരന് രാഷ്ട്രീയം പറ്റിയതല്ല. എനിക്കും തോന്നുന്നു ആ ഒരു അഭിപ്രായം തന്നെയാണ് ചേച്ചി. പറയില്ലേ, കൊണ്ടും കൊടുത്തും അറിഞ്ഞും പഠിക്കുന്നവനാണ് രാഷ്ട്രീയക്കാരൻ. അതെ അതെ, അല്ലാതെ ഇപ്പൊ സുരേഷ് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും ജെനുവിനാണ് പുള്ളിക്കാരൻ. ജെനുവിനായത് കാരണം ഇപ്പൊ ആൾക്കാർക്ക് പറ്റിക്കാനും എല്ലാം എന്തോ പറ്റിക്കാനെന്ന് മാത്രമല്ല, ഇതിപ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളിനാണെങ്കിൽ അവർക്ക് അഭിപ്രായം പറയുമ്പോ അറിയാം ഇങ്ങനെ പറയണം. അതെ അതെ അതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഒരു മീഡിയയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ ആവുമ്പോൾ നമ്മൾ നടനെക്കാട്ടിയും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. നടന് ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയുന്നത്, എന്നാലും നടനും ഒരു പൊളിറ്റീഷ്യനും കൂടി ഒരു വ്യക്തി തന്നെ ആവുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിലാണ് പുള്ളിക്ക് ഒരു വീഴ്ച വന്നു പോയത്. പുള്ളി എല്ലാം തുറന്നങ്ങ് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളി തൊട്ട് കഴിഞ്ഞാൽ ആയുധം കാണിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യൻ നമ്മൾ പത്രക്കാരോട് എന്താണ് കാണിക്കുന്നത്? കടക്ക് പുറത്തൊന്നുള്ളൊരു മനോഭാവം നമുക്ക് അങ്ങനെ ഒരു ലേബൽ തന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് സത്യം പറഞ്ഞ സിനിമ അത് മതിയായിരുന്നു. സിനിമ ഫീൽഡിൽ കുറച്ചും കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി പുള്ളിക്കാരൻ മേ ബി CPM-ലോ കോൺഗ്രസോ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വിമർശനം വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. BJP പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഒരു സമയം വരെ BJPക്ക് വലിയൊരു സീറ്റൊന്നും കിട്ടാതിരുന്ന ഒരു സംസ്ഥാനം തന്നെയായിരുന്നു നമ്മുടെ കേരളം. എന്നാൽ ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുത്താലും നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്താലും പാർലമെന്റ് ഇലക്ഷൻ എടുത്തായിരുന്നാലും അവർ സീറ്റ് തുറന്നു കഴിഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും ഇത്തവണ BJP പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എതിർപ്പായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃക്കണ്ണാപുരത്ത് ഒരു പയ്യൻ മരിക്കുകയുണ്ടായി, ആത്മഹത്യ ചെയ്തായിരുന്നു. പക്ഷേ അതിൽ അവൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് BJPയുടെ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് BJP പ്രവർത്തകനായ അവൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ BJPയുടെ ഇതിൽ കാൻഡിഡേറ്റ് ആവാൻ കിട്ടാതിരുന്നപ്പം പുള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നിന്ന് ജയിച്ചില്ല? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുള്ളി ആത്മഹത്യ ചെയ്തു. അതായത് മരിച്ചതിന് ശേഷം ബോഡി ഒരു BJPക്കാരനെയോ RSSകാരനെയോ കാണിക്കരുത്, അവരുടെ അടുത്ത് സംസാരിക്കരുത് പറയുന്നതെന്നും. പക്ഷേ നമ്മുടെ VV രാജേഷും ചന്ദ്രശേഖറും ഒക്കെ പറയുന്നത് ഇങ്ങനെ ഒരാളിനെ നമുക്കറിയില്ല, പുള്ളി പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നറിയില്ല. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മീൻസ് ഒരു ഇത് എന്താണ് ഇപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് BJPക്കാർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണമാണോ അല്ലെ? എങ്ങനെയെങ്കിലും അവരെ ഡിഗ്രേഡ് ചെയ്തിട്ട് എന്തായാലും അവർ വരുമെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും ഉറപ്പായി. ഞാൻ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ BJP ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് നല്ലൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അറിയാം 35-ലധികം സീറ്റ് BJP നേടാൻ എന്ന് പറഞ്ഞ ഒരാൾ പോയിട്ട് ബാക്കി 34 സീറ്റ് അവർക്ക് നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതേ ഞാൻ ചോദിക്കട്ടെ, 3 സീറ്റ് കിടന്നവരാണ് ഈ 34 എത്തിയെങ്കിൽ. അപ്പൊ അവരുടെ പ്രവർത്തനം ചില്ലറയൊന്നുമല്ല, അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ കേരളീയർക്ക് അറിയാലോ, നല്ലത് ചെയ്യുന്നവരുടെ കൂടെ മാത്രമേ നമ്മുടെ കേരളീയർ. ഇടയ്ക്ക് ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു. നമ്മുടെ 1-2 സ്ഥാനാർത്ഥികളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത്. അതായത് CPM-ന്റെ മുൻനിര നായകന്മാരാണ് ഇപ്പൊ ഇലക്ഷന് നിൽക്കുന്നത്, എല്ലാം സെക്രട്ടറിമാരൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? BJPയെ ഭയന്നിട്ടാണോ? തീർച്ചയായിട്ടും എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ല, ഞങ്ങൾ തന്നെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ വന്ന് ചോദിക്കും. അപ്പോൾ ഇതിനെതിരെ BJPക്കാർക്കെതിരെയാണോ അതോ BJPക്കെതിരെയാണോ നടക്കുന്ന പ്രശ്നമൊന്നും നമുക്ക് എവിടെയൊക്കെ കൂട്ടി വായിക്കാൻ തോന്നുന്നു. കാരണം മേയറെ തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത്തവണ. കാരണം നമുക്കറിയാം യുവജനത മുന്നോട്ട് വരട്ടെ എന്നൊരു ആശയം പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും അത് 8 നിലയിൽ പൊട്ടി പാളീസാവുന്ന അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പം ഈ CPM-കാർക്കെതിരെ ഉള്ളതിനേക്കാൾ രോക്ഷമാണ് ഇന്ന് ജനങ്ങൾക്ക് മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ളത്. ഒരുപാട് പേര് എതിർപ്പുള്ളതുണ്ട്. കാരണം പുള്ളിക്കാരി ഒരു യുവതലമുറയുടെ ഒരു പ്രതിനിധിയാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അതെ അല്ലെ, ഒന്ന്
ഇന്ന് ഒരു ഐഡിയാസ് നല്ല രീതിയിൽ ഒരു കൊച്ചു പെൺകുട്ടി ആവുമ്പോൾ നല്ല നല്ല സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികളൊക്കെ നനഞ്ഞ പടക്കം കത്തിയത് പോലെയാണ് തോന്നിയത് അല്ലെ. ഒന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിവാദം ഉണ്ടാക്കുക എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തോ വിവാദമായിരുന്നു എന്ന് അതിലേക്ക് തോന്നുന്നു. അതായത് സ്വന്തം അതിനു വേണ്ടി മാത്രമായിരുന്നു. ഞാനൊരു മേയറാണ്, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, പാർട്ടി എന്നോട് ധാർഷ്ട്യത്തോടു കൂടിയുള്ള ചില സമീപനങ്ങളായിരുന്നു സാധാരണക്കാരുടെ അടുത്ത് നടത്തിയത് അല്ലേ. അതിനൊരു പണിയും കിട്ടി. അതെ അതെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സമീപകാല എല്ലാ സംഭവങ്ങളും സുരേഷ് ഗോപിയുടെ ആയിരുന്നാലും ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്തായിരുന്നാലും പലരും ഇന്ന് BJP-നെ ഭയക്കുന്നുണ്ടെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. എന്തായാലും ഇലക്ഷനൊക്കെ അടുത്തടുത്ത് വരെയാണ്, കുറച്ച് നാളുകൂടെ ഉള്ളൂ. എന്തായാലും നല്ല മത്സരാർത്ഥികൾ നോക്കിയല്ലേ ചേച്ചി. അതിപ്പം BJP ആയിരുന്നാലും CPM ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ആരും എനിക്ക് പറയാനുള്ളത് വ്യക്തികളെ നോക്കിയേ വോട്ട് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. വ്യക്തികൾ, കാരണം നമുക്കിപ്പോ പാർട്ടി ചെയ്തതിന് ശേഷം അതെ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കിട്ടാത്ത പുള്ളികളെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആവശ്യമില്ല. ഒരു പേപ്പർ ഒപ്പിടാൻ കൊണ്ട് ചെന്നാലും അയ്യോ ഇല്ല കേട്ടോ കൗൺസിലർ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ അടുത്ത് കിട്ടുന്ന വ്യക്തികൾ ആരാണോ, നമ്മുടെ ഫ്രണ്ടിനെ പോലെ നമുക്ക് കാര്യങ്ങൾ പറയാൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെന്ന് പറയാനോ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്ന പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുള്ള അതെ അവരെ അങ്ങനെയുള്ള വ്യക്തികളെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്കൊരു വീണ്ടും പുതിയൊരു നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും വരേക്കും ബൈ.